ഇടുക്കി നെടുങ്കണ്ടത്ത് അമ്മയും സഹോദരനും കൊലപ്പെടുന്ന സംശയിക്കുന്ന പ്രതി, അതായത് ഇളയ സഹോദരനായ സജി ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഇന്നലെ മുതൽ സജിയെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചെയ്തു. രാഹുൽ, ഇടുക്കി നെടുങ്കണ്ടത്ത് ഇരട്ട കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തുന്ന സംശയിക്കുന്ന പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. കൊല്ലപ്പെട്ടതും വീട്ടുപറമ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങളും അമ്മയുടെയും സഹോദരൻ്റെതുമാണെന്ന് ഉറപ്പിക്കാൻ ഇനിയും സമയമെടുക്കും. എവിടെ നിന്നാണ് ഇയാളെ പിടികൂടിയത്? ഏതെങ്കിലും നിർണായക മൊഴി ഇയാളിൽ നിന്ന് പോലീസിൽ ലഭിച്ചിട്ടുണ്ടോ? സുഹേല, അല്പസമയം മുമ്പാണ് ഈ പ്രതിയെന്ന് സംശയിക്കുന്ന സജിയെ പിടികൂടിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും വീടിന് സമീപത്തെ പറമ്പിൽ നിന്നാണ്. അതായത് ഇന്നലെ മുതൽ തന്നെ പോലീസ് അവിടെ പരിശോധന നടത്തുകയാണ്, തെരച്ചിൽ നടത്തുകയായിരുന്നു. പോലീസ് സൈഡ് ഉൾപ്പെടെ സഹായത്തോടു കൂടി തെരച്ചിൽ നടത്തുകയായിരുന്നു. കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ പറമ്പിൽ 2 ദിവസമായി ഒളിവിൽ കഴിയുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം, അല്ലെങ്കിൽ പോലീസ് കണ്ടെത്തുമ്പോൾ ഈ പ്രതി പറഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് അറിയാനും കഴിയുന്നത്. എന്തായാലും ഇയാളിപ്പോൾ പിടികൂടി നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. ഉടൻ തന്നെ തുടർ ചോദ്യം ചെയ്യലിലേക്കും മറ്റ് നടപടികളിലേക്കും പോലീസ് കടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം, അതായത് ഞായറാഴ്ച വൈകിട്ട് ഈ സംഭവത്തിൽ ഈ മേരിക്കുട്ടിയെയും രജിയെയും കാണാനില്ല എന്ന പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്ന മനസ്സിലാക്കിയ ഘട്ടത്തിൽ തന്നെ ഈ പ്രതിയെന്ന് സംശയിക്കുന്ന സജി വീട്ടിൽ നിന്ന് കടന്നു കളയാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പോലീസ് എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഈ പ്രതി കയ്യിലൊരു ബാഗ് കരുതി വീടിന് സമീപത്തെ പറമ്പിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നീട് ഈ ബാഗ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിലുള്ള രേഖകൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ ആ ബാഗ് ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് അതിന് എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി പോലീസ് പരിശോധന നടത്തിയത്. ഇന്നലെ രാത്രിയിലുമായി പരിശോധന നടത്തുകയായിരുന്നു. പഴുതടച്ചുള്ള പരിശോധനയായിരുന്നു. ഈ ജില്ല വിട്ടു പോകാൻ എളുപ്പമുള്ള ഒരു പ്രദേശമാണ് നെടുങ്കണ്ടം എന്ന് പറയുന്നത്. കമ്പംമേട്ട് ചെക്ക് പോസ്റ്റ് വഴി ബസ് കടന്ന് പോയാൽ പോലും തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചെക്ക് പോസ്റ്റിലും അതുപോലെ തമിഴ്നാട് പോലീസിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. ഇത്തരത്തിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്ന ആൾ ഈ അതിർത്തി കടന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ജാഗ്രത അവിടെയും പുലർത്തണമെന്നുള്ള നിർദ്ദേശമൊക്കെ കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇയാൾ ഈ ബാഗ് ഉപേക്ഷിച്ചതിന് ശേഷം ഈ വീടിനോട് ചേർന്നുള്ള പറമ്പിലെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എങ്ങനെ ഇത്രയും നേരം ഒളിവിൽ കഴിയാൻ, അല്ലെങ്കിൽ ഭക്ഷണം പോലും കഴിക്കാതെ ഒളിവിലിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ ഇനി മനസ്സിലാക്കേണ്ടതാണ്. തുടർ ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമേ അതൊക്കെ കണ്ടെത്താനും കഴിയുകയുള്ളൂ. എന്തായാലും ഈ പ്രതി എന്ന് സംശയിക്കുന്ന സജിയെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ നൽകാൻ ഈ സജിക്ക് കഴിയും എന്നുള്ളതാണ് പോലീസ് പറയുകയും ചെയ്തിരിക്കുന്നത്. കാരണം ഈ മേരിക്കുട്ടിയും റജിയും സജിയും ഒരു വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. ഈ കുടുംബ പ്രശ്നങ്ങൾ പല ദിവസങ്ങളിലും അവിടെ ഉണ്ടാകാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സഹോദരി സിനിയുടെ പ്രതികരണം നമുക്ക് ലഭ്യമായതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് സജിയെ അവർ ശക്തമായി തന്നെ സംശയിക്കുന്നുണ്ട്. ഈ സജി അവരെ അപായപ്പെടുത്തിയതാകാം എന്നുള്ള സംശയം സഹോദരി തന്നെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. കാരണം മദ്യപിച്ച് എല്ലാ ദിവസവും വലിയ തരത്തിലുള്ള പ്രശ്നമുണ്ടാക്കുന്ന ഒരാളായിരുന്നു സജി എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അമ്മയും സഹോദരനും ഉൾപ്പെടെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ സജിക്ക് പങ്കുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരമൊരു കാര്യത്തിലേക്ക് ഉറപ്പിക്കലിലേക്കൊക്കെ ഈ സഹോദരി ഉൾപ്പെടെ പോവുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ പ്രതികരണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇന്നലെ ആ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ മേരിക്കുട്ടിയുടെയും അതുപോലെ തന്നെ സഹോദരൻ റജിയുടെയും എന്ന് ഈ ബന്ധുക്കൾ തിരിച്ചറിയുകയും ചെയ്തിരുന്നത്. അതായത് വസ്ത്രത്തിന്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് അത് മേരിക്കുട്ടിയും സജിയും തന്നെയാണെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തത്. എന്തായാലും ശാസ്ത്രീയ പരിശോധനയ്ക്കായി DNA സാമ്പിൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ അതൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു ഫലം ലഭ്യമാകുകയുള്ളൂ, അല്ലെങ്കിൽ അതിൽ സ്ഥിരീകരണം വരികയുള്ളൂ. എന്തായാലും ഈ കൊല്ലപ്പെട്ടത് ബന്ധുക്കളുടെ ഒരു നിഗമനത്തിൽ അത് മേരിക്കുട്ടിയും റജിയും തന്നെയാണ്. അങ്ങനെയെങ്കിൽ അതിന് കാരണക്കാരനായിട്ടുള്ളത് ഇളയ മകനായിട്ടുള്ള മേരിക്കുട്ടിയുടെ ഇളയ മകനായിട്ടുള്ള സജി തന്നെ ആയിരിക്കാം എന്നുള്ളതാണ് പ്രധാനമായും ഈ മകൾ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. പോലീസും അത്തരത്തിലുള്ള ഒരു സംശയമാണ് പ്രകടിപ്പിക്കുന്നത്. 90% ഈ സജി തന്നെയാണ് ഈ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഈ ഇന്നലെ SP ഉൾപ്പെടെ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തത്. അതിൽ ഇപ്പോൾ എന്തായാലും ഇവിടെ പോസ്റ്റ്മോർട്ടം പരിശോധന ഉൾപ്പെടെ നടക്കുകയാണ്. പോലീസ് ഇത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ശേഖരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അതിലൊരു ഔദ്യോഗിക വിശദീകരണം വരേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.